ദിവ്യ എസ് അയ്യർ IAS മുഖ്യമന്ത്രി പിണറായി വിജയന് ജന്മദിനാശംസകൾ നേർന്നുള്ള സോഷ്യൽ മീഡിയയിൽ കുറിച്ച വരികൾ ഇപ്പോൾ വൈറലാണ്. വിവാദങ്ങൾ പലതും പുകഴ്ത്തലുകളെ സംബന്ധിച്ചെല്ലാം വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ 80 വയസ്സ് തികഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുള്ള ആ വരികൾ അത് കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം നീറിപ്പുകയുന്ന അവസ്ഥയുണ്ടാക്കുകയാണ്. 100 വയസ്സ് വരെ പിണറായി ആയുരാരോഗ്യത്തോടു കൂടി ജീവിക്കണമെന്ന് അവർ ഒരു ശ്ലോകം കൂടി കുറിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ആശംസാക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ് ആ പോസ്റ്റ്. ഓം ശത ജീവശാരദോ വർദ്ധമാന ശതം ഹേമന്താൻ ശതമു വസന്താൻ. സർവ്വ ഐശ്വര്യത്തോടുകൂടി 100 ശരത്കാലങ്ങളും ഹേമന്തങ്ങളും വസന്തകാലങ്ങളും താണ്ടി ഋതുക്കളുടെ സമൃദ്ധിയും സൗകുമാര്യവും ശാന്തിയും നിറഞ്ഞ 100 വർഷക്കാലം വിളങ്ങട്ടെ. പ്രാർത്ഥനയോടെ ജന്മദിനാശംസകൾ നേരുന്നു. ആ വരികളിലുണ്ട് നയിക്കുന്ന വ്യക്തിയോടുള്ള ആദരവെന്താണെന്ന്. സാധാരണഗതിയിൽ IAS ഉദ്യോഗസ്ഥരൊന്നും ഒരു മുഖ്യമന്ത്രിമാരെ പ്രകീർത്തിച്ചോ ജന്മദിനാശംസകൾ നേർന്നുകൊണ്ടോ ഇത്തരം വരികൾ എഴുതാറില്ല. പക്ഷേ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി, അദ്ദേഹത്തിൻ്റെ ഭരണ മികവും അടുത്തറിഞ്ഞതിന് ശേഷം ആ വ്യക്തിയോടുള്ള ആരാധന വളരെ കൃത്യമായി പലപ്പോഴും ദിവ്യയുടെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ഈ ജന്മദിനാശംസ നേരുന്ന വരികളിലും അത് നിറഞ്ഞു നിൽപ്പുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രമല്ല, ദിവ്യ എസ് അയ്യർ IASുമായി അടുത്ത് നിൽക്കുന്ന പലരുടെയും ജന്മദിനങ്ങൾ, അവരുടെ വിടവാങ്ങൽ ചടങ്ങുകൾ, ജന്മദിനങ്ങൾ ഇതെല്ലാം ഇത്തരത്തിലവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച് കാണാറുണ്ട്. അത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഇത്ര വിശദമായിട്ടും ഇത്ര ഭംഗിയുള്ള വരികളിൽ അത് എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ രാഷ്ട്രീയ ചർച്ചയാകും, രാഷ്ട്രീയ വിവാദമാകും എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടും അതിനെയൊന്നും മുഖവിലക്കെടുക്കാതെ തനിക്ക് തോന്നിയ കാര്യങ്ങൾ, തനിക്ക് പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ ഭീഷണിക്ക് വഴങ്ങി പറയാതിരിക്കില്ല എന്ന് അവർ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ജന്മദിനാശംസകൾ സ്വാഭാവികമായി ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻസ്റ്റയിൽ കുറിച്ചിരിക്കുന്ന ആ വരികൾ സോഷ്യൽ മീഡിയയിലേറെ ചർച്ചയായിട്ടുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ടുള്ള ആ പോസ്റ്റ് അത് കോൺഗ്രസ്സുകാരെ സംബന്ധിക്കുന്നിടത്തോളം വീണ്ടും ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്.